ഒന്നും പറയാൻ പറ്റില്ല, സ്പോയിലർ ആവും. അല്ല, സ്പോയിലർ ഒന്നുമില്ല, അങ്ങനെ പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ല. അത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അശ്വതിയുടെ മോളാണ് അനശ്വര, മല്ലിക ചേച്ചിയുടെ മോളാണ് അശ്വതി. അപ്പൊ കറക്റ്റ് അശ്വതിയുടെ സഹോദരനായിട്ട് വരും പൃഥ്വിരാജ്. അത് അനശ്വരയുടെ മാമനാണ്. വാഴ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് എപ്പോഴത്തേക്കായിരിക്കും വരിക? വാഴ 2 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ ബ്രേക്ക് ആയി, മഴയായോണ്ട്. ഇനി ഇപ്പോഴാണെന്ന് അറിയില്ല, നമ്മളെ ഉണ്ടോന്ന് അറിയില്ല. നവചേട്ടനല്ലേ കഥയിൽ ട്വിസ്റ്റ് എന്നൊക്കെ. വാഴ ഷൂട്ട് നിങ്ങളില്ല? അതൊന്നൊന്നുമല്ല, അല്ല ഉണ്ടെന്നാണ് ഇതുവരെയും. പക്ഷെ അതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ട്. ആരാണ് വേന്ദ്രന്മാരാണ്. ഇപ്പൊ വെളിയിറങ്ങിട്ട് എന്നെ ചിലപ്പോ റൂമിൽ കൊണ്ടിരിക്കും. അസീസിക്ക് ഉച്ചയ്ക്ക് പോകാനിരിക്കുവായിരുന്നു, പാലക്കാട് വന്ന് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. അങ്ങനെ അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞ ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പം അപ്പൊ ശരിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ്. അപ്പൊ ഞാൻ ബൈ ചാൻസ് ചെയ്ത് പറഞ്ഞു, ഇവിടെ പാലക്കാട് പോവാ, ഇനിയും വരത്തില്ല. എന്റെ തനി സ്വഭാവം മര്യാദക്ക് ഇടുന്നു, ഇവിടുന്ന് പോയിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. പണിയെടുക്കണം. പിന്നെ ആഗ്രഹം മാത്രം പിടിച്ചോണ്ടൊന്നും ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് സിനിമയിൽ കയറാൻ ആഗ്രഹമുണ്ട്, അത് വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നോബിച്ചേട്ടനൊക്കെ ആണെങ്കിൽ പണ്ട് മിനി സ്ക്രീൻ ആയിരുന്നു, നമ്മുടെ ടി വിക്കകത്ത് സ്കിറ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഇതിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും ചെറിയ സ്ക്രീനായി, ഫോണിലേക്ക് വന്നു. അപ്പൊ അടുത്ത ഇതിൽ വരുമ്പോൾ വേറെ എന്തെങ്കിലും പുതിയ പരിപാടികളായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ എപ്പോഴും ഒരു വഴി ഉണ്ടാവും. ഞാനൊക്കെ ചെയ്ത സമയത്ത് നമുക്കൊന്നും അങ്ങനെ വരുമാനം ഒന്നും അത്രയൊന്നും അറിയിച്ചില്ലായിരുന്നു, ഫോളോവേഴ്സൊക്കെ കുറവായിരുന്നെങ്കിലും ചെയ്യുന്നു. പക്ഷെ ഇപ്പം മാറി. ഇപ്പം ബ്രാൻഡിന് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏണിങ്സ് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതറിയാത്തവരാണ് മറ്റേ വല്ല പണിക്കും പോടാ എന്നൊന്ന് കമന്റ് ഇടുന്നത്. അവന്മാർ ആ ഒരു പണി എടുത്തതിന് അവർക്ക് കിട്ടിയ എമൗണ്ട് എത്ര അവർക്ക് അറിയത്തില്ല. കഷ്ടപ്പെട്ടാലേ നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പിന്നെ എത്തിപ്പെട്ട സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായത് ആ ജോലി നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നു. കഷ്ടപ്പെട്ട് കാരണം നോബിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര റയറായിട്ടാ. ആ കൈ ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നു. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ബസ്സിന് സമീതം ബന്ധുമിത്രാദികൾ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് 1 2 5 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു മുഖം. സിനിമയുടെ പേര് കാണുമ്പോൾ നമുക്ക് സെന്റിമെന്റൽ സങ്കടം തോന്നുമെങ്കിലും ടീസറിലും പോസ്റ്ററിലൊക്കെ നിങ്ങളുടെ ഭയങ്കര സന്തോഷമുള്ള മുഖം കാണണം. നിങ്ങൾക്ക് അത്ര വലിയ സങ്കടമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കുടുംബത്തിന്. ശരിയാണോ? നല്ല വിഷമമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാവർക്കും എല്ലാ വികാരങ്ങളും ഉണ്ട് ഇപ്പഴത്തെ. എനിക്കൊന്ന് വീട്ടിൽ ഒരാൾ മരിക്കുന്നു, അത് ചുറ്റിപ്പറ്റിയുള്ള ഒരു സിനിമ ആയിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ ജോമൻ ചേട്ടൻ തുടങ്ങാം. എന്താണ് കഥാപാത്രം? എന്റെ കഥാപാത്രത്തിന്റെ പേര് ശക്തി എന്നാണ്. ഞാനും സിജു ഫ്രണ്ട്സ് ആണ്. അപ്പൊ മരണ വീട്ടിലോട്ട് നമ്മള് ഒരു ആവശ്യമായിട്ട് പോകുന്നതാണ് പരിപാടി. ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റില്ല. സുഹേല് ഒരു മരണത്തെ അവസരമാക്കിക്കൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്ന രണ്ടുപേരാണ്. ഇപ്പം വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പുതിയ ആളുകളുടെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ എന്താണ് കഥാപാത്രം? എന്റെ വീട്ടിലാണ് ഈ മരണം സംഭവിക്കുന്നത്, നടക്കുന്നത്. സോ എനിക്ക് വിഷമമുണ്ട് അതിനകത്ത്, നല്ല ശരിക്കുള്ള വിഷമം തന്നെയുണ്ട്. അതാണ്. ഓക്കെ. അതേപോലെ ആ വീട്ടില് മല്ലിക ചേച്ചിയുടെ ഒരു മോളുടെ ഹസ്ബൻഡ് ഈ ജീൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അനശ്വരയുടെ അമ്മ. പറയുന്ന കാര്യമില്ല. ആ സിനിമയിൽ ഒറ്റ കോസ്റ്റ്യൂമേ ഉള്ളൂ, ഒരു നൈറ്റി 35 ദിവസം അത് തന്നെ ഇട്ടോണ്ടിരുന്നത്. അത് കണ്ട് നമ്മൾ അങ്ങനെ അത് മാറ്റി മറിക്കാനായിട്ട് ഇല്ല, അത് ചോദിക്കില്ല, ഞാൻ പറയണോ? സുധ എന്നാണ് പേര്. അനുവിന്റെ അമ്മ, അസിസിക്കയുടെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനിമയുടെ ഒരൊറ്റ കോസ്റ്റ്യൂം ഉള്ളത് വൈചേട്ടനും പറഞ്ഞു. ഒറ്റ കോസ്റ്റ്യൂമിലാണ്. ഞങ്ങൾക്ക് 2 കോസ്റ്റ്യൂം ഉണ്ട്. എനിക്കുണ്ട് 2 കോസ്റ്റ്യൂം. അല്ലല്ല, ആദ്യം ഒരെണ്ണമുണ്ട്. പക്ഷേ ബാക്കി 99% ഒറ്റ കോസ്റ്റ്യൂം. ഒരു ദിവസം നടക്കുന്ന കഥയാണ് നമ്മുടെ മേജർ കഥ. ഒറ്റ ദിവസം ഒരു മീൻസ് തലേ ദിവസം നമ്മുടെ വീട്ടിൽ നടക്കുന്നതും പിറ്റേ ദിവസത്തെ കഥ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ വൈചേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയായിരുന്നു, നിങ്ങളുടെ സെറ്റിൽ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഈ ഇന്റർവ്യൂവിന് വരുമ്പോഴാണ് എല്ലാവരായിട്ടും മീറ്റ് ചെയ്യണേ. ഓ, നീ ഈ സിനിമയിലുണ്ടോ എന്നാണ് അവര് പരിചയം.
പരിചയപ്പെടണേ. സെറ്റ് തഗ്ഗിന്റെ പൂരായിരിക്കും എനിക്കറിയാം. എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് ടോട്ടൽ? നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എല്ലാം പരിചയമുള്ള ഇത് ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. കാരണം വാഴയാണേലും ഗുരുവായൂരാണേലും അതേ ഇതാണ്. ഡയറക്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ, ഡയറക്ടറിന്റെ പേര് പോലും മാറിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഫാമിലിയാണ്. അപ്പൊ അവിടോട്ട് വരുമ്പം വീണ്ടും വീട്ടിൽ തിരിച്ചു ചെല്ലുന്ന പോലെ തന്നെയാണ്. എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. കളിച്ച് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായ നോക്കി നടന്ന് അങ്ങനെ അഭിനയിച്ചൊരു പടമാണ്. അതൊരു ഭയങ്കര സിനിമ അങ്ങനെയുള്ള പേടിയോ അങ്ങനെയുള്ള ആകെ സ്ലാങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് കോൺഷ്യസ്. ബാക്കിയൊക്കെ നമ്മള് ഇതാണ്. എനിക്ക് നിങ്ങളെല്ലാവരും അതേ ടീമിന്റെ ഇപ്പൊ രണ്ടാമത്തെ സിനിമയും മൂന്നാമത്തെ സിനിമയായിട്ട് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പൊ ഒരേ ടീമിലൂടെ നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴേ നമ്മുടെ ആ കഥാപാത്രം ആളുകൾക്ക് എത്തി, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് വെച്ചിട്ട് ആളുകൾക്ക് അത്, അല്ലെങ്കിൽ ആ ടീമിന് അത് കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ആണെന്ന് തോന്നുമ്പോൾ വീണ്ടും നമ്മൾ വിളിക്കണേ. അതിന്റെ ഒരു സന്ദേശം എന്താ ഒരേ ടീമിന്റെ കൂടെ നമ്മൾ വീണ്ടും ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ? മറ്റത് വാഴ വിവിൻ പ്രൊഡ്യൂസ് ചെയ്ത്, അതിനുശേഷം പിന്നെ ഇത് വേറെ വിവിൻ്റെ അകത്ത് നിന്ന് വിവിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം എനിക്ക് വിവിന് കംഫർട്ടായിട്ടുള്ള കുറേ ആൾക്കാരെ വിളിച്ചു, അതായിരിക്കാം. പിന്നെ ഇതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, 300-ൽ പരം ആൾക്കാർ. എല്ലാവർക്കും ഡയലോഗും ഉണ്ട്. ഇത് ഇപ്പൊ ബൈജോണ്ണം പറഞ്ഞ പോലെ ഇനി ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ കാര്യം ഒരു ദിവസത്തെ കഥയാണെങ്കിൽ പല സെക്ഷനാണ്, പല സ്ഥലത്തായിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടെങ്കിലും ഒരുമിച്ചൊക്കെ വരുന്നത് 2-3 സീനൊക്കെ ഉള്ളു. ബാക്കി എല്ലാവരും അവിടെ ഇതൊക്കെ ഉണ്ട്. ഈ അനുശ്വരയുടെ അമ്മയായിട്ടാണ് സിനിമയിൽ വരുന്നത്. എന്തായിരുന്നു ഒരു സന്തോഷം, വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. സന്തോഷം അല്ലേ? ഭയങ്കര ഭാഗ്യമാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യം പറഞ്ഞാൽ പിന്നെ അശ്വതിയുടെ മോളാണ് അനശ്വര, മല്ലിക ചേച്ചിയുടെ മോളാണ് അശ്വതി. കാര്യം ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ കറക്റ്റ് അശ്വതിയുടെ സഹോദരനായിട്ട് വരും പൃഥ്വിരാജ്. 2 സഹോദരന്മാരാണ്. അത് അനശ്വരയുടെ മാമനാണ്. ഇവരെന്തായിട്ട് ബന്ധം? ഞങ്ങള് ബന്ധം സ്ഥാപിക്കാൻ ചെല്ലുന്നവരാ, അല്ലാതൊരു ബന്ധമില്ല. പിന്നെ ഇങ്ങനെ അഴുക്ക ഫാമിലിയായിട്ട് നമുക്ക് വലിയ താല്പര്യം. സിനിമ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ഈ സിനിമയുടെ ഒന്നും പറയാൻ പറ്റില്ല, സ്പോയിലർ ആവും. അല്ല, സ്പോയിലർ ഒന്നുമില്ല, അങ്ങനെ പറയത്തക്ക വിധത്തിൽ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാ. മെയിൻ എന്ന് വെച്ചാൽ ഒരു വീടൊരു മെയിൻ ഇതാണ്. വീടിന്റെ ബാക്കിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവർക്കാർക്കും ഫ്രണ്ട് നടക്കുന്ന അറിയത്തില്ല, ഫ്രണ്ട് നടക്കുന്നവർക്കാർക്കും സൈഡിൽ എന്താ നടക്കുന്ന അറിയത്തില്ല, ഇവർക്കാർക്കും വീടിന് നടുക്ക് കിടക്കുന്ന എന്താ അറിയത്തില്ല, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ സിനിമ അപ്പൊ അതല്ല ഞാൻ പറഞ്ഞ ഈ കഥയുടെ ഒരു പ്ലോട്ടാണ്. പക്ഷെ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അവസാനം വരെ എത്തുമ്പോഴാണ് ഇതെല്ലാം തമ്മിൽ അങ്ങനെ വരുന്നുള്ളൂ. അപ്പം അത് കാണാൻ ഞങ്ങൾക്കും ഭയങ്കര ക്യൂരിയസ് ആണ്. ഇതൊരു മറ്റേ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഒരു സാധാരണ ഒരു മരണ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ ആരൊക്കെ വരുമോ അവരൊക്കെ ഈ പടത്തിലും വരും. 12 മണിക്കാരോട്ട് എല്ലാ ആൾക്കാരും വരും. അപ്പൊ അത് ഓരോരുത്തരുടെ ഇമോഷൻസ് ഇവിടെ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കണം. സോ ഞാനൊരു കഥ പറയാം. നേരത്തെ റൗണ്ടിൽ ഒന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കഥ പറയും, അതിന്റെ തുടക്കം ഞാൻ പറയും, പക്ഷെ ബാക്കി നിങ്ങൾ പറഞ്ഞു പോണം. കഥയൊക്കെ സ്പോട്ടിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ, അപ്പം ഈസി ആയിരിക്കും. അതായത് നിങ്ങള് എല്ലാവരും കൂടെ, ഈ ടീം എല്ലാവരും കൂടെ മൂന്നാർക്കൊരു ട്രിപ്പ് പോവാണ്. സോ നിങ്ങൾ ട്രെക്കിങ് പോവാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലി ഓരോ സ്ഥലത്ത് ഓരോ ഭാഗത്തേക്ക് പോവാണ്. അപ്പം ജോമോൻ ചേട്ടന്റെ കയ്യില് ഒരു നിധി കിട്ടാണ്, കുടം. അതിലുള്ള ഒരു നിധിയാണ്, നിറച്ചും ഗോൾഡും പൈസയൊക്കെയാണ്. കഥ തീർന്നു. ബാക്കി അത് എങ്ങനെ വിൽക്കാൻ നോക്കും. ഏതെങ്കിലും നൈറ്റ് പിന്നെ വേറെ ബാങ്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട്ടിന്റെ സിജുവിനെയും കൂടെ വിളിച്ച് രണ്ടുപേരും കൂടെ അത് വിൽക്കാനുള്ള പരിപാടിയായിരിക്കും. സിജുവിനെ കൂടെ വിളിച്ച് വിൽക്കുക, കിടന്നറി അവരുടെ ഇതിൽ പ്രതിയാക്കി പിടിക്കുമ്പോ അവനോട് ഞാനും ചെയ്യുകൊണ്ടായിരുന്നു അങ്ങനെ പറയാൻ പറ്റിയാണ്. കൂട്ടിന് പറ്റിയ വൈബ്. ഓക്കെ, കൊണ്ട് വിൽക്കും, സ്വർണം കൊണ്ട് വിൽക്കും. അങ്ങനെ വീട്ടിൽ പൈസ ആയിട്ട് നമ്മള് വീട്ടിൽ പോകും. നമ്മള് വീട്ടിൽ പോകും. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇവര് വീട്ടിൽ പോകും. അപ്പൊ ഞാൻ ഈ ഒരു സ്വർണ്ണക്കടയില്
ഒരു ഇത് സ്വർണം വിൽക്കുന്നു എന്നുള്ളൊരു ഇതേക്കും ഞാൻ പോവും. ഞാൻ ആ സ്വർണം നല്ല അത്യാവശ്യം നല്ല വിലയൊക്കെ കൊടുത്തിട്ട് സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര കാശ് കൂടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ആ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ചു പോകുമ്പോഴേക്കും എൻ്റെ മുന്നിൽ കുറേ ഒരു BMW കുറേ കാറുകളും കുറേ ബെൻസും ഭയങ്കര വലിയ കാറുകളൊക്കെ നിർത്തിയിട്ട് എൻ്റെ മുന്നിലേക്ക് തോക്കുമായിട്ട് വരുവാണ്. കണ്ടിന്യൂ തോക്കുമായിട്ട് വന്നു. തോക്കുമായിട്ട് വന്നു. ആരാണ് എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്. അത് പറ ആരാന്ന് വന്നത്. തോക്കുമായിട്ട് ആര് വരും? അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ പറയണം. ബാക്കി കഥ പറയണം. വന്നതാണ് ഇതിന്റെ യഥാർത്ഥ ഓണർ. ബോംബെയിലുള്ള പുള്ളിയാണ്. ബാക്കി നീ കൊണ്ടുപോകണം. അവിടെയാണ് ട്വിസ്റ്റ്. ഓണർ വന്നില്ലേ, അപ്പൊ ഓണർ ഇവരെല്ലേ പിടിച്ചേ. ശരിക്കും ഓണറിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഞാനും എൻ്റെ ആൾക്കാരുമാ. എന്നിട്ട് ഞങ്ങളാണ് അത് കൊണ്ടുപോയി മൂന്നാറ് നിധി പോലെ കുഴിച്ചിട്ടത്. ആരും ഇല്ലാത്ത സമയത്ത് എടുക്കാന്നാണ് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് ആരോ പൊക്കി. അപ്പം ഞങ്ങള് ഇവരെ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ അവസാനം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. സ്വർണം ഇങ്ങനെ വേറെ ആൾ എടുത്തു എന്നറിഞ്ഞു. അവിടെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാനും എൻ്റെ ടീമും അവിടെ എത്തുമ്പോൾ ഇവരും എത്തും. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു ഫൈറ്റ്. പക്ഷെ നീ സൂക്ഷിക്കണം. അതാ ഫൈറ്റിലാണ്. ചേട്ടൻ ജോമൻ ഒരു കരിയർ ഉണ്ടല്ലോ. കാരണം ഇപ്പൊ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സിനിമയിൽ വരണ ആഗ്രഹമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ നമുക്ക് തന്നെ വീഡിയോ കോണ്ടന്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിടാം. അത് കണ്ട ആളുകളെ സിനിമയിൽ വിളിക്കും. അങ്ങനെ നമുക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടും. അതേസമയം ഇപ്പം നോബിച്ചേട്ടൻ വന്നൊരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ അവർക്ക് ഉള്ള പോലെ ഈ പറഞ്ഞ സ്കിറ്റുകൾ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ വഴിയാണ് വന്നത്. അപ്പൊ ഇന്നും ആളുകൾ ഇപ്പൊ ഈ വഴി പോലെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ എപ്പോഴും നിങ്ങളുടെ ഒരു പാതയുണ്ടല്ലോ. കാരണം നമ്മളെപ്പോലെ വന്ന് സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്നു, അവരാഗ്രഹിച്ചൊരു നിലയിലെത്തുന്നു, സ്ക്രിപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ഒരു സമയത്ത് ഒരു വലിയൊരു ഡ്രീം അല്ലേ. ഇന്നത് നിന്ന് അതൊരു സക്സസ് ആയി ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഫീൽ എന്താ? ഇപ്പോൾ സന്തോഷം. അതിപ്പോൾ എന്താ, നമ്മൾ ഇത് ആഗ്രഹിച്ച് ചെയ്തതാണല്ലോ, ആരും നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഇറങ്ങി തിരിച്ചു. അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒരുമാതിരിയൊക്കെ എങ്ങനെയൊക്കെ എത്തി. അപ്പോൾ അത് നമുക്ക് എപ്പോഴും സന്തോഷമാണ്. അത് ഇപ്പം ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെ എയിം അത് തന്നെയാണ്. കണ്ടന്റ് ചെയ്യുന്നവരൊക്കെ കുറേ പേരുടെയൊക്കെ ആഗ്രഹം സിനിമ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ എത്തും. അവർ എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കുന്നവരൊക്കെ എന്തായാലും എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ആഗ്രഹം മാത്രമല്ല പണിയെടുക്കണം. പിന്നെ ആഗ്രഹം മാത്രം പിടിച്ചോണ്ടൊന്നും ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് സിനിമയിൽ കയറാൻ ആഗ്രഹമുണ്ട്, അത് വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നോബിച്ചേട്ടനൊക്കെ ആണെങ്കിൽ പണ്ട് മിനി സ്ക്രീൻ ആയിരുന്നു, നമ്മുടെ ടിവിക്കകത്ത് സ്കിറ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഇതിലേക്ക് വന്നപ്പോൾ അത് വീണ്ടും ചെറിയ സ്ക്രീനായി, ഫോണിലേക്ക് വന്നു. അപ്പം ജനറേഷൻസ് മാറിയാലും പക്ഷേ പരിപാടികൾ അന്നും അവിടെ സ്കിറ്റും പരിപാടിയും നടക്കുന്നു. ഇന്നിവിടെ അത് ചെറിയ രീതിയിലേക്ക് റീൽസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇതിൽ വരുമ്പോൾ വേറെ എന്തെങ്കിലും പുതിയ പരിപാടികളായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ എപ്പോഴും ഒരു വഴി ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുക, അത്രേ ഉള്ളൂ. സന്തോഷമുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ. പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യുന്ന എനിക്ക് സിജു ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ആൾക്കാർ ചൂരലുണ്ടായിരുന്നു. ഇല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലെ കണ്ടന്റ് റീലൊക്കെ ചെയ്ത് കയറി വരാൻ വേണ്ടി നടക്കുന്നുണ്ട് ഒരുപാട് പേര്. അങ്ങനെ കയറി വരട്ടെ. പിന്നെ അതൊരു വരുമാനമായി. ഞാനൊക്കെ ചെയ്ത സമയത്ത് നമുക്കൊന്നും അങ്ങനെ വരുമാനം ഒന്നും അത്രയൊന്നും അറിയിച്ചില്ലായിരുന്നു. ഫോളോവേഴ്സൊക്കെ കുറവായിരുന്നെങ്കിലും ചെയ്യുന്നു. പക്ഷെ ഇപ്പം മാറി. ഇപ്പം അവരൊരു ഫോളോവേഴ്സ് ഇത്ര ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു വീഡിയോ ഒരു ബ്രാൻഡിന് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏണിങ്സ് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതറിയാത്തവരാണ് മറ്റേ വല്ല പണിക്കും പോടാ എന്നൊരു കമന്റ് ഇടുന്നത്. അവന്മാർ ആ ഒരു പണി എടുത്തതിന് അവർക്ക് കിട്ടിയ എമൗണ്ട് എത്ര ഇവർക്ക് അറിയത്തില്ല. നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മോൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇതിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഒരു പാഷനാണ് ഫോളോ ചെയ്യുന്നത്, എങ്കിലും വല്ല ജോലി നോക്കിക്കൂടെ എന്ന ചോദ്യം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടില് അറിയത്തില്ല നമുക്ക് ഇതിനകത്ത് ഏണിങ്സ് കിട്ടുന്നുണ്ടോ, അതോ അവര് പോകുന്നു അഭിനയിക്കുന്നു തിരിച്ചു വരുന്നു. നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് വല്ലതും കിട്ടുമോ, ഇതുമായിട്ട് തന്നെയൊക്കെ മുന്നോട്ട് പോകാനാണോ പ്ലാന്, അങ്ങനത്തെ അത് അവർക്ക് അറിയാത്തണ്ട കേട്ടോ. ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഇപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് പോയാലും ഫുഡ് വരെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കണം, പോയി അഭിനയിക്കണം, ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ മേടിക്കുന്ന എന്നൊക്കെ കരുതുന്നവരാണ്. അവർക്കറിയത്തില്ല ഇത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും, കോസ്റ്റ്യൂമിന് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫുഡിന് അതൊന്നും അറിയത്തില്ല. ഇപ്പൊ ട്രാവൽ ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് എല്ലാം പ്രൊഡക്ഷനാണ്. പക്ഷേ വിചാരിക്കുന്നത് അതെല്ലാം നമ്മുടെ ചിലവാണ്, നമ്മുടെ ആഗ്രഹം കൊണ്ട് അഭിനയിച്ചിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളൊരിതാണ്. അത് അവരാൻ കുഴപ്പമില്ല. കുറച്ച്
സിനിമ അകത്തുള്ളവർക്കല്ലേ അതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയത്തുള്ളൂ. ഇത് പണ്ട് തുടങ്ങി, ഇന്ന് ചിലപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. പണ്ട് തുടക്കത്തിൽ തുടങ്ങി ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെന്നതിൽ ഇതേ ചോദ്യങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടോ? പിന്നെ അല്ല, നമുക്ക് കഷ്ടപ്പെട്ടാലേ നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. പിന്നെ എത്തിപ്പെട്ട സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആ ജോലി നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നു. കാരണം നോബിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര റയറായിട്ടാ. എഴുതിക്കൊണ്ട് വന്നു. ഇപ്പൊ മല്ലികാമ്മയുടെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്, ലുക്ക് തന്നെ. ഇപ്പൊ മല്ലികാമ്മയുടെ സിനിമയിൽ വരുന്ന സമയത്ത് തന്നെ എന്തോ കൊണ്ടുവരുന്നുണ്ട്. ഇതിലെ മല്ലികാമ്മയുടെ ഒരു ക്യാരക്ടർ എന്താ? ഇതിലാണോ അമ്മ? മല്ലിക ചേച്ചിയോട് എപ്പോഴും ഉള്ളതാണ്. ശരിയാ. സാവിത്രി അമ്മ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, മല്ലിക ചേച്ചി ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്. ആ വീട്ടിലെ മല്ലിക ചേച്ചിയുടെ മകളാണ് അശോക് ചേച്ചി എന്ന ക്യാരക്ടർ. ഞാൻ കൊച്ചുമോളാണ്. മല്ലിക ചേച്ചിയുടെ ഒരു തുടക്കം തന്നെ മല്ലിക ചേച്ചിയുടെ ഒരു ഇതിലാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ഒരു ബേസ് അല്ലെങ്കിൽ ഒരു കോർ ക്യാരക്ടർ, സിനിമയുടെ ഒരു സോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് മല്ലിക ചേച്ചിയാണ്. സെറ്റിൽ ഒത്തിരി ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഒരു 300 പരം ആളുകൾ ഉണ്ടെന്നും പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു സെറ്റിൽ അഭിനയിക്കുക. ഇതിൽ ഈ കാരവാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെയാണ് എല്ലാവരും സംസാരിക്കും, അധികം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് കാരവാൻ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇത് വീണ്ടും അത്ര കാര്യങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് കേൾക്കുന്നു. ഈ ഒരു സെറ്റ് എങ്ങനെയുണ്ട് ടോട്ടൽ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻസ് ഒക്കെ ഇത്തിരി ആർട്ടിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്? ആൾക്കാരെ കാര്യം പറയുമ്പോൾ ഗുരുവായൂർന്ന് വന്നുകൊണ്ട് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ശരിയാ, അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. ഇവിടെ ആള് കുറവ്. സെറ്റിൽ അറൗണ്ട് ഒരു 50ഓളം ആൾക്കാരുണ്ടായിട്ടുണ്ടാവില്ലേ? ടെക്നീഷ്യൻസും എല്ലാവരും ഒരു 100ഓളം ആൾക്കാർ സെറ്റിലുണ്ടായിരുന്നു. അപ്പം ഈ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കാണുന്നതാണ് ഡെയിലി രാവിലെ. എല്ലാവരും എപ്പോഴും നമ്മൾ കാരവനിലോ അവിടെ ഇവിടെയോ ഒന്നും ഇരിക്കുന്നതല്ല, ഒരുമിച്ചൊരു സെറ്റിലോട്ട് വന്ന് രാവിലെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് എപ്പോഴും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. എല്ലാവർക്കും എപ്പോഴും ഷൂട്ട് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ബാക്ക് സൈഡിലായിരിക്കും, മറ്റാൾ അപ്പുറത്തെ വീട്ടിലായിരിക്കും, ഒരാൾ വാഴയുടെ മൂലക്കായിരിക്കും, ഒരാൾ വീടിനകത്തായിരിക്കും. അപ്പം എപ്പോഴും എല്ലാവർക്കും ഷൂട്ട് ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, സംസാരിക്കും. അങ്ങനെയാണ് അങ്ങനെയാ ഷൂട്ട് ചെയ്ത്. അതൊരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ കംഫർട്ട് ആയിട്ടുള്ള പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് ബിഹൈൻഡ് ദ സീൻസിലും ഇതിന്റെ DOPയും ബാക്കി ടെക്നിക്കൽ സൈഡ് എല്ലാവരും നമുക്ക് പരിചയമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒരു ഫാമിലിയിൽ ഇരുന്ന് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിലേക്ക് ഇപ്പം അശ്വതി ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ കുറെ പുതിയ ആൾക്കാരും കൂടി ഉണ്ട്. പക്ഷെ എല്ലാവരും ഒരു ഫാമിലി പോലെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ് വ്യസന സമേതം. ഈ വാഴയുടെ കൂടെ പറയണം, ഓൾറെഡി നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ വാഴ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത് എപ്പോഴത്തേക്കായിരിക്കും വരിക? വാഴ 2 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബ്രേക്ക് ആയി, മഴയായോണ്ട്. ഇനി ഇപ്പോഴാണെന്ന് അറിയില്ല, നമ്മളെ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ചോദിച്ചാൽ വാഴയിലുണ്ടോ? വാഴ 2 സന്തോഷായി. നവചേട്ടല്ലേ? നവചേട്ടനല്ല, കഥയിൽ ട്വിസ്റ്റ് എന്നൊക്കെ സർപ്രൈസ് പറഞ്ഞു. വാഴ ഷൂട്ട് നിങ്ങളില്ല? അതൊന്നൊന്നുമല്ല, അല്ല ഉണ്ടെന്നാണ് ഇതുവരെയും. പക്ഷെ അതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. എനിക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു സിനിമയാണെന്ന് എനിക്കറിയാം. നല്ല രസമുള്ള സിനിമയായിരിക്കും. ആൻഡ് എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? നോബിച്ചേട്ടനെ എപ്പോഴും കൂടെ ഇരിക്കുമ്പോൾ മാക്സിമം കൗണ്ടർ അടിക്കുക, തമാശ പറയാ. നിങ്ങളൊപ്പം കൂടാത്തോണ്ട് നോബിച്ചേട്ടനായിട്ടാണ് മാക്സിമം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എനിക്കൊന്ന് ഓഫ് സ്ക്രീനിൽ രണ്ടുപേരും നന്നായിട്ട് തകടിക്കുന്ന ആൾക്കാരല്ലേ? ഈ ഇന്റർവ്യൂവിന് വരാതെ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അസീസിക്ക് ഉച്ചക്ക് പോകാനിരിക്കുകയായിരുന്നു. അപ്പൊ അസീസിക്ക് ഉച്ചക്ക് പോവാ. അസീസ് പോണെന്ന് പറയുകയും ചെയ്യും, കോസ്റ്റ്യൂം ചേഞ്ച് പാലക്കാട് വന്ന് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. അങ്ങനെ അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞ ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പം അപ്പൊ ശരിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ്. അപ്പൊ ഞാൻ ബൈച്ചാണ്ട് ചെയ്ത് പറഞ്ഞു, ഇവിടെ പാലക്കാട് പോവാ, ഇനിയും വരത്തില്ല. എന്റെ ഇവിടുന്ന് പോയിട്ടില്ല. പറയുന്നുണ്ടായിരുന്നു
പോയാൽ ഞാനിപ്പോ ഇറങ്ങില്ല. ഈ ഒരു പ്രിൻസിപ്പൾ പോലില്ലേ മറ്റേ സ്കൂളില് പ്രിൻസിപ്പൾ ആരും പോകുന്നെങ്കിൽ ബൈച്ചന്റെ ചെറുതായിട്ട് പറയാം പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത് മൊത്തം ഞങ്ങളുടെ തല്ലോട്ട് വരും. അവസാനം വരുമ്പോ ആരും കാണത്തില്ല, ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടില്ല. ഈ വൈദ്യുതി ചേട്ടൻ ഇരിക്കുന്ന സമയത്ത് കുറച്ചേരം ചോദിച്ച കഥ മുഴുവൻ പറയും. അത് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ഇപ്പം നേരത്തെ രണ്ടുപേരുന്ന ആൾക്കാര് നിങ്ങൾ ഇത്രയും ഫേമസ് ആണോ എന്നാ ചോദിച്ചത്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ ഇത്ര വലിയ ആളുകളാണോ എന്നൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ഇത്രയും ചെറുപ്പം മുതലേ സിനിമയിലുള്ള ഒരാളാണ്. ഓഫ് സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ കൗണ്ടേഴ്സ് പറയുന്ന ആളാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനേ പേടിയാ, തിരിച്ചെന്താ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പേടിയുണ്ട്. കൗണ്ടേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഏകദേശം സെറ്റായി. ഈ വകുപ്പ് ഇപ്പൊ കിട്ടത്തില്ല, ഇപ്പുറത്തോടെ ചെന്നാൽ ചിലപ്പോ തിരിച്ചടിക്കാൻ കിട്ടും. കുറെ പണിയുണ്ട്, കുറച്ചൊക്കെ കൂടെ നമ്മളൊക്കെ കൊന്ന് വെച്ചേക്കാണ്. സത്യം. ആസിസിക്ക് പറഞ്ഞു എന്നെ ഒന്നും പറയത്തില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് കയറി. അന്ന് ആ ഇന്റർവ്യൂവിനകത്ത് ആസിസിക്ക് എടുത്തിട്ട് കൊടയുന്നു, ചത്തിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. രണ്ട് ടീമിനോട് സംസാരിക്കുമ്പോൾ സിനിമ ഗംഭീര ഒരു സിനിമയാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.